الله سبحان الله نعوذ بالله. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وأهل الصدق والوفاء أما بعد. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോസിൽ കണ്ടത് ഒരാൾ മരിക്കേണ്ടതായിരുന്നു, പക്ഷേ മരണത്തിൽ നിന്നും അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി എന്നാണ്. അപ്പോൾ മരിക്കുന്നതിൻ്റെയും ജീവിക്കുന്നതിൻ്റെയും നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ഈ വീഡിയോസ് കണ്ട ഏതൊരാളും പറയും അയാൾ മരിക്കേണ്ടതായിരുന്നു, പക്ഷേ ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ അയാളെ മരണത്തിന്റെ ഡേറ്റ് എത്തിയിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാവേണ്ടത്, എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം, അത് മിൻ അലാമത്തി സാഅ, അത് ഖിയാമത്ത് നാളിന്റെ അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു. മരണം അത് പല രൂപത്തിലാണ്. ചിലപ്പോൾ ഒരാൾ രാത്രി ഉറങ്ങി പ്രഭാതമാകുന്ന സമയത്ത് ഭാര്യ തട്ടി വിളിക്കുമ്പോൾ മരണത്തിലാണ്. ആ സമയത്തുള്ള മരണം കൈ വളഞ്ഞിട്ടായിരിക്കും, കാല് വളഞ്ഞിട്ടായിരിക്കും. കാരണം ആ സമയത്ത് ഒരാൾക്കും സഹായിക്കാനോ ശരിയാക്കാനോ പറ്റിയിട്ടില്ല. മറ്റൊരാൾ വിമാനം കത്തിമരിക്കുന്നവരുണ്ട്. മറ്റു ചില ആളുകൾ ബാത്റൂമിലേക്ക് ആവശ്യത്തിനു വേണ്ടി പോകുമ്പോൾ അവിടെ തന്നെ വീണു മരിക്കുന്നവരുണ്ട്. അങ്ങനെ പല രൂപത്തിലാണ് മരണം, പല സന്ദർഭത്തിലാണ് മരണം. എവിടെ വെച്ച് മരിക്കും എന്നോ, ഒരാൾ എപ്പോൾ മരിക്കുമെന്നോ, ഏത് രൂപത്തിൽ മരിക്കുമെന്നോ എന്നൊന്നും ഒരാൾക്കും നിശ്ചയിക്കാനോ പറയാനോ സാധ്യമല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയൻസിലുൽ ഗൈസ വയഅലു മാ ഫിൽ അർഹാം. എന്നാണ് ഈ ലോകം അവസാനിക്കുക, അതിന്റെ ഡേറ്റ് അത് അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമായ അറിവാണ്. അതുപോലെ തന്നെ എവിടെയാണ്, ഏത് സമയത്താണ് മഴ എങ്ങനെ ഇറങ്ങും, അത് അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമായ ഇൽമാണ്. അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ്, ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ്, അത് ഏത് ആണാണോ പെണ്ണാണോ അതിനെക്കുറിച്ചുള്ള വിവരം അത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെ നാളെ എന്ത് പ്രവർത്തിക്കും എന്ന് അത് ഒരാൾക്കും അറിയുകയില്ല. നമ്മുടെ ഓരോ സങ്കല്പങ്ങളും, നമ്മുടെ ഓരോ ആശയങ്ങളും, നമ്മുടെ കണക്ക് കൂട്ടലിനും പ്ലാനിങ്ങിനും അപ്പുറമായിരിക്കും അള്ളാഹുവിന്റെ പ്ലാനിങ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും മരിക്കും എന്ന രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യനും അവൻ ഏത് രൂപത്തിലാണ്, ബിഅയ്യി അർദിൻ, ഏത് ഭൂമിയിൽ വെച്ച് എപ്പോൾ മരിക്കും എന്ന് ഒരാൾക്കും അറിയാൻ സാധ്യമല്ല. കാരണം അത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് മരണം എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. എത്ര അപകടങ്ങളിൽ നിന്നാണ് ദൈനംദിനം നമ്മൾ രക്ഷപ്പെടുന്നത്. അതൊക്കെ നമ്മുടെ പടച്ച റബ്ബിന്റെ ഓരോ കുദ്റത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപകടങ്ങളിൽ നിന്ന് നമ്മളെ ഏവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ മരണത്തിൽ നിന്നുമൊക്കെ നമ്മളെ പ്രാർത്ഥനകൾക്കുമൊക്കെ ദുആക്കൊക്കെ ഉത്തരം ലഭിക്കുകയും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും ആയുസ് നീളുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്ന് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. 2 സ്വതക്കെ വർദ്ധിപ്പിക്കുക. 3 സ്വതക്ക എന്ന് പറഞ്ഞാൽ തന്നെ ദുആ സുലാഹുൽ മുഅ്മിൻ എന്നാണ്. ഒരു മുഅ്മിനിന്റെ ആയുധമാണ് ദുആ. അതുപോലെ തന്നെ ദുആയിൽ എപ്പോഴും നാം ചേർക്കേണ്ട ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറക്കി ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, മിൻ ജഹ്ദിൽ ബലാഇ, പെട്ടെന്നുള്ള പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ നിന്ന്, വദറക്കി ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ, മോശമായ വിധികൾ, മോശമായ അപകടങ്ങൾ, ദാരുണമായ അപകടങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും റബ്ബേ ഞാൻ എന്നെ കാവലിനെ തേടുന്നു. വശമാതത്തിൽ അഅദാഇ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവരുടെ ആ ഒരു ചെയ്തിയിൽ നിന്നുമൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള ഈ ദുആ നമ്മൾ സദാസമയം നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദുആ ആണ്. അതുപോലെ തന്നെ കോഴി കൂവുന്ന സമയത്ത് ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടും എന്നൊക്കെ ഹദീസിൽ കാണാം. കാരണം ആ കോഴി കൂവുന്നത് മലായിക്കത്തിനെ കണ്ടിട്ടാണ് എന്നൊക്കെ ഹദീസിൽ കാണാം. അതുപോലെ തന്നെ സ്വതക്ക കൊടുത്ത ഉടനെ
ദുആ ചെയ്യുന്ന സന്ദർഭം, ആ സന്ദർഭത്തിലുള്ള ദുആ, അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ദുആ അതിനൊക്കെ പ്രത്യേകമായ ഉത്തരമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട്, ഉസ്താദുമാരെ കൊണ്ട്, സയ്യിദന്മാരെ കൊണ്ടൊക്കെ നമ്മൾ ദുആ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ഒരാൾ ആ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. പ്രധാനപ്പെട്ട അഭിപ്രായം, ഇമാം ഖുതുബ നിർവഹിച്ച് ഒന്ന് ഇരിക്കും, 2 ഖുതുബയുടെ ഇടയിൽ ഇരിക്കുമല്ലോ, ആ സമയത്താണ് എന്നും, അല്ലെങ്കിൽ ജുമുഅ ദിവസത്തെ അസറിന് ശേഷമാണ് എന്നുമൊക്കെ മഹാന്മാർ അതിനെ വിശദീകരിക്കുന്നു. അപ്പോൾ നാം ഏവരും കൊതിക്കുന്നവരാണ് അപകടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട്. അപകടങ്ങളിൽപ്പെട്ടാൽ നമ്മൾ ആദ്യം കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യും. ചിലപ്പോൾ നമ്മൾ കുളിപ്പിക്കാൻ വരെ കഴിയാത്ത സാഹചര്യത്തിലുള്ള മരണങ്ങൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കത്തിക്കരിക്കട്ടയായി, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, നമ്മുടെ ഡെഡ് ബോഡി പോലും കിട്ടാത്ത മരണം. അതൊക്കെ നാം ഈ ലോകത്ത് കാണുമ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ മരിക്കണം. അപ്പോൾ നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ദിക്ർ മാത്രം പറഞ്ഞുകൊണ്ട് നാം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ആ ദിക്ർ? നമ്മൾ എപ്പോഴും നമ്മൾ നമ്മൾ എന്ത് ആവശ്യത്തിനാവട്ടെ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എന്നൊക്കെ ഹദീസിൽ കാണാം, ഏതൊരു വസ്തുവിന്, ഏതൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ടും, എന്തൊരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണെങ്കിൽ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലിയാൽ വഹുദീത വകുഫീത വബുഖീത എന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താണ് അതിനർത്ഥം? വഹുദീത, നിന്നെ നേരെയാക്കപ്പെട്ടു, വകുഫീത, നിന്നെ കാക്കപ്പെട്ടു, വബുഖീത, നിനക്ക് പൂർണ്ണ സംരക്ഷണം നൽകപ്പെട്ടു എന്നൊക്കെയാണ് പുണ്യ റസൂൽ പറഞ്ഞത്. എന്താണ് ആ ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാണ് നാം നിത്യമാക്കേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ ബാക്കി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടുകൂടെ ആ ദിക്റിനോടുകൂടെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നതിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. എന്താണ് ഹദീസ്? അതിന്റെ അർത്ഥം? ഇതും കൂടി ചേർത്താൽ അള്ളാഹു അവനിക്ക് ഏത് പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു കാക്കും, പൂർണ്ണ സംരക്ഷണം അവനിക്കുണ്ടാകും, മലക്കുകളുടെ സഹായം അവനിക്കുണ്ടാകും എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, ഞാൻ പിയക്കലിനെ തൊട്ടും എന്നെ മറ്റുള്ളവരെ പിയപ്പിക്കലിനെ തൊട്ടും വൈകേടിലാവലിനെ തൊട്ടും, അതുപോലെ തന്നെ വൻ അസില്ല ഉസല്ല, ഞാൻ സ്വയം പിയക്കലിനെ തൊട്ടും മറ്റുള്ളവർ എന്നെ പിയപ്പിക്കാതിരിക്കലിനെ തൊട്ടും, അതുപോലെ തന്നെ ഞാൻ അക്രമം ചെയ്യാതിരിക്കലിനെ തൊട്ടും, എന്നെ മറ്റൊരുത്തൻ അക്രമം ചെയ്യലിനെ തൊട്ടും റബ്ബിനോട് കാവലിനെ തേടുന്നു. ഞാൻ വിവരദോഷം ചെയ്യലിനെ തൊട്ടും ഔ യുജ്ഹല അലയ്യ, അല്ലെങ്കിൽ എന്റെ മേൽ മറ്റുള്ള ആറ് വിവരദോഷം ചെയ്യലിനെ തൊട്ടും ഞാൻ എന്നോട് കാവലിനെ തേടുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ളൊരു വീഡിയോസ് ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പായി ഓടിയതായിട്ട് നമുക്ക് കാണാം. അതൊന്ന് കണ്ടു നോക്കൂ. അത്ഭുതകരമായിട്ടാണ് ആ വ്യക്തി രക്ഷപ്പെട്ടത് നമുക്ക് കാണാൻ സാധിച്ചു. അതിന്റെ അർത്ഥം അള്ളാഹു ആ വ്യക്തിയുടെ ആ മരണം അള്ളാഹു കണക്കാക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് എന്നാണ് ഒരു മനുഷ്യനെ സംഭവിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ അകക്കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.